കലോത്സവത്തിൽ പുതിയ താളം തീർത്ത് കാടിറങ്ങിയ കലാരൂപം. സ്കൂൾ കലോത്സവത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ പളിയ നൃത്തമാണ് കായംകുളത്ത് നടന്ന ആലപ്പുഴ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ പുത്തൻ അനുഭവമായത്. ഗോത്രവേഷം ധരിച്ച് തുടികൊട്ടിപ്പാട്ടുമായി മത്സരാർത്ഥികൾ അരങ്ങിൽ ആടിത്തിമിർത്തപ്പോൾ സദസ്സിന് ഇത് പുത്തൻ അനുഭവമായി. ജില്ലയിലെ കുമളിയിലും പരിസരത്തും അധിവസിക്കുന്ന പളിയ ഗോത്രത്തിന്റെ പരമ്പരാഗത നൃത്തരൂപമാണ് പളിയ നൃത്തം. പണിയക്കുടിയിലെ പ്രധാന ദേവതയായ മാരിയമ്മൻ കോവിലിലെ ഉത്സവത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നതാണ് ഈ നൃത്തരൂപം. മഴയ്ക്കും രോഗശമനത്തിനും വേണ്ടിയാണ് പളിയ നൃത്തം പരമ്പരാഗതമായി അവതരിപ്പിച്ചിരുന്നത്. ക്രമേണ ഈ കലാരൂപം പൊതുചടങ്ങുകളിലും അവതരിപ്പിച്ചു തുടങ്ങി. പളിയ വിഭാഗം എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിലുള്ള കുമളിയിലെ ഒരു വിഭാഗം ഗോത്രവർഗ്ഗക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു നൃത്തരൂപമാണ് നമ്മൾ വയനാട്ടിൽ നിന്ന് ഒരു 3 അധ്യാപകർ വന്നിട്ട് പരിശീലിപ്പിച്ചതാണ്. ഗോത്ര സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിശീലന കളരിയിലുള്ള 3 അധ്യാപകർ. ആൽബർട്ട് എന്ന് പറഞ്ഞൊരു സാറുണ്ട്, പിന്നെ സുബീഷ്, ശ്രീജിത്ത്, ഇവർ 3 പേരൂടെ വന്നിട്ടാണ് ഒരാഴ്ച നന്നായിട്ട് പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ തന്നെയാണ് അവിടുന്ന് കുമളിയിൽ നിന്ന് കൊണ്ടുവന്ന വാദ്യോപകരണങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കല്ലുമാലയും മരത്തൊലിയും അണിഞ്ഞുള്ള പാരമ്പര്യ വേഷം ധരിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പളിയ നൃത്തം കാണാൻ സദസ്സ് നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ 2 ടീമുകൾ മത്സരിച്ചപ്പോൾ മങ്കൊമ്പ് ഉപജില്ലയിലെ പുളിങ്കുന്ന് ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ സംസ്ഥാന തലത്തിൽ യോഗ്യത നേടി. ഈ പളിയ നൃത്തം എന്ന് പറയുമ്പോൾ ഒരു ആദിവാസി സമൂഹമാണ് പളിയർ. അപ്പോൾ അവർ രോഗശമനത്തിനും മഴയ്ക്കും വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു നൃത്തമാണ് പളിയ നൃത്തം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാവേലിക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനം നേടി. ആദ്യമായി കലോത്സവ വേദിയിൽ അവതരിപ്പിക്കപ്പെട്ട കലാരൂപത്തിന് 1ാം സ്ഥാനം നേടിയതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. ന്യൂസ് മലയാളം, ആലപ്പുഴ.